നമസ്കാരം മാന്യ പ്രേക്ഷകരെ, ഞാൻ എത്തി നിൽക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്താണ്. പട്ടത്ത് എൻ്റെ ഫാമിലി സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഫാമിലി തന്നെയുണ്ട് മൊത്തത്തിൽ. അതിൽ അശോക് ജി എന്ന് പറയുന്ന ജ്യോത്സ്യ സുഹൃത്താണ് ഒന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മിനി ചേച്ചി, പിന്നെ അവരുടെ സഹോദര തുല്യനായിട്ടുള്ള മറ്റൊരു വ്യക്തി. മിക്കവാറും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ അവരുടെ വീട്ടിലാണ് താമസിക്കാറൊക്കെ. അത്തരത്തിലുള്ള ആ ഒരു ജ്യോത്സ്യം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് കൊണ്ടാണ്. കാരണം ജ്യോത്സ്യ രംഗത്തെ അദ്ദേഹത്തിൻ്റെ 2 പതിറ്റാണ്ടിന് അപ്പുറത്തെത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ആ കഴിവ് ഒന്നുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തിപ്പെട്ടതും. അശോക് ജിയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അശോക് ജിയെ നിങ്ങൾക്ക് പരിചയപ്പെടാനാവും. കണ്ടു നോക്കാം അത് നമുക്ക്. നമസ്തേ. നമസ്തേ. പേരെന്താണ്? അശോക് ജി. മലയാളിയാണോ? മലയാളിയാണ്. കൊച്ചിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങൾ ഗൗഡ സാരസ്വ ബ്രാഹ്മിൻ ട്രഡീഷണൽ ആണ്. കമ്മത്ത്. അശോക് ജി കമ്മത്ത് ആണ് ഫുൾ നെയിം. ഓക്കെ. കുറെ നാളായി കാണണമെന്ന് കരുതിയിട്ട് എന്നാണ് ഇപ്പോ യോഗം ഉണ്ടായത് അല്ലെ. ഏകദേശം 23 വർഷം അല്ലെ ഈ ഒരു ജ്യോത്സ്യ മേഖലയിലുണ്ട്. ജ്യോത്സ്യൻ അല്ലെങ്കിൽ ജ്യോത്സ്യ മേഖലയിലെ തട്ടിപ്പാണോ ജ്യോത്സ്യം? ഒരിക്കലും അല്ല. ഒരിക്കലും അല്ല. ശാസ്ത്രമാണോ ഇത്? ജെനുവിൻ ശാസ്ത്രമാണ്, ജെനുവിൻ സയൻസ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ജ്യോതിഷം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ആസ്ട്രോണമിയെ കുറിച്ച് പറയുന്നു, അതെല്ലാവരും സംഭവിക്കും. കാരണം സാഹിബ് അതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ അതിനും ചോദ്യം ചെയ്യുവാൻ. അപ്പൊ ആ 9 ഗ്രഹങ്ങൾ അവിടെ ഇരുന്ന് ഇപ്പൊ ഞങ്ങൾ മിണ്ടുമ്പോഴും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മൂവ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൽ പല പല മാറ്റങ്ങളുണ്ട്. അതനുസരിച്ച് ഭൂമിയിലും ഉണ്ടാവും. ഈ ഭൂമിയിൽ ഉണ്ടാവുമ്പോൾ ഓരോ ചരാചരങ്ങളും മാറ്റങ്ങളും അത് കാരണമാണ്. അപ്പൊ അതുപോലെ മനുഷ്യനും ബാധിക്കും. ആ മനുഷ്യന് ബാധിച്ച് ഓരോരുത്തർക്ക് എന്തെല്ലാം ഏതേത് സമയത്ത് എങ്ങനെ വരും എന്ന് വിവരിക്കുന്ന സയൻസാണ് ജ്യോതിഷം. ഈ 23 വർഷത്തെ സർവീസിനിടയ്ക്ക് ഏതെങ്കിലും സമയത്ത്, ഇപ്പോൾ എനിക്കറിയാം നമ്മൾ ഒരുപാട് സംസാരിച്ച് പല കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു സമയത്ത് നടത്തിയ ഒരു പ്രെഡിക്ഷൻ, അങ്ങ് ഒരുപാട് പ്രെഡിക്ഷൻ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഞാൻ കാര്യമായിട്ട് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. പ്രശ്നം വെക്കുമ്പോൾ നമ്മൾ ചില കാര്യം ചിലരോട് ചോദിക്കും, അത് ബേസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോവേണ്ടത്. ഇവർക്ക് ഇത് അറിയില്ല, പറയാൻ മടിച്ചിട്ട് ഇല്ല സാർ ഒളിച്ചു വെക്കും. ഡോക്ടറോടും വക്കീലിനോടും മാത്രമല്ല അതെ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും ചോദിച്ച ഡോക്ടറിന്റെ പേര് എടുത്തുകൊണ്ട് ഒരു ഡോക്ടറിന്റെ കാര്യം നേരം പറയാം. പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. കിംസിലെ ഡോക്ടറായിരുന്നു. പുള്ളി അവിടുത്തെ ഒരു ലോ ക്ലാസ് സ്റ്റാഫായിട്ട് ബുദ്ധിമുട്ടായി. അന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അതിന് പുള്ളി അറ്റൻഡ് ചെയ്യാതെ ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ആരോ ഒറ്റിക്കൊടുത്ത് പുള്ളിയെ പുറത്താക്കാനുള്ള ഇതായി. അപ്പൊ ഇദ്ദേഹത്തെ മാറ്റി സ്വന്തം ആൾക്കാരെ വെക്കാൻ വേണ്ടി കിംസിലെ അതോറിറ്റീസ് എല്ലാം നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു തക്കം കിട്ടി. പക്ഷെ പുള്ളിയുടെ പ്രശ്നം, പുള്ളി പോകാൻ തയ്യാറാണ്. പക്ഷെ അവിടെ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹമുള്ളൂ. അതിന് മുടക്ക് വരും, എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിൽ. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ തിരക്കി വന്നു. ഞാൻ പ്രശ്നം വെച്ച് പുള്ളിയോട് ചോദിച്ചു, ഞാനിത് മാറ്റിത്തരാം, പക്ഷെ തെറ്റ് സമ്മതിക്കണം. എന്നിട്ട് അതിന് പശ്ചാത്താപമായിട്ട്, കാരണം ഞാൻ തരാൻ പോകുന്ന പരിഹാരം ഹനുമാൻ സ്വാമിയുടെ സത്യമുള്ള ദൈവമാണ്, അവിടെ ഇതൊന്നും ഓടത്തില്ല, ഈ മനുഷ്യൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കത്തില്ല. അവസാനം ഞാൻ രണ്ടാമത് എടുത്തു കഴിഞ്ഞപ്പോൾ 1 മിനിറ്റ് ഇരിക്കുന്നു പറഞ്ഞ് അത് പ്രമാണ പുസ്തകം ഉറപ്പാക്കണമല്ലോ. പ്രമാണ പുസ്തകം എടുത്തു നോക്കി. കാരണം ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം ചെയ്താലും ഇത് ഭഗവാന്റെ ശാസ്ത്രമാണ്, ദേവകലയാണ്. അതിനകത്ത് ഫണ്ടമെന്റൽസ് പറഞ്ഞാൽ ജാട പാടില്ല, അഹങ്കാരം പാടില്ല. അപ്പൊ ഞാനതെടുത്ത് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് എ ഗ്യാരണ്ടി. നൗ ഐ വിൽ പ്രൂവ് വിച്ച് ഇസ് ദ ഡേറ്റ്. താൻ എന്ത് ചെയ്ത് എപ്പോൾ ചെയ്തെന്ന് ഇപ്പൊ പറയാം. പുള്ളി ഒരു പരിഹാസം പോലെ ഇരുന്നു. ഞാൻ എടുത്തിട്ട് ഈ സംഭവം നടന്ന ഡേറ്റ്, അതായത് ഈ സംഭവം നടന്ന 4-5 മാസം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റുന്നത്, ആ ഡേറ്റ് എടുത്തെന്ന് ഇന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി തൊട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള ആ 36 മണിക്കൂറിനിടയിലാണ് ഇത് സംഭവിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ആ ദിവസം അത് സംഭവിച്ചുകൊണ്ട് അവന്റെ മനസാക്ഷിക്ക് അറിയാലോ, ആള് സ്റ്റണ്ടായി പോയത്. 4-5 മാസം മുമ്പ് അയാൾ ഒരു ഹോസ്പിറ്റൽ നടത്തിയ കാര്യം ഞാൻ ഇവിടെ കവടി നിരത്തി പറഞ്ഞപ്പോ പുള്ളിക്കും പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടില്ല. ആരോ പറഞ്ഞ് ഇയാളുടെ അടുത്ത് പോയാൽ ഒന്ന് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് വന്നാ, പൂർണ്ണമായിട്ട് വിശ്വസിച്ച് വന്നില്ല. ഇത് കണ്ടപ്പോൾ ആളിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾ അവിടെ കാണിച്ച കൃഷിയുടെ ഡേറ്റ് ഞാൻ എടുത്തു കൊടുത്തോടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പരിഹാരം കൊടുത്തു, അയാൾ രക്ഷപ്പെട്ടു. പിന്നെ വന്നതിന് വെച്ച് ഞാൻ ഇനിമേലാൽ സാറിന് ജോത്സ്യം ചേട്ടാന്ന് വിളിച്ചോട്ടെ, എനിക്കിത് പഠിപ്പിക്കാമോ? പിന്നെ എന്നെക്കാളും വലിയ ഭക്തനായി പത്മനാഭ സ്വാമി അവിടെ പോകുമ്പോൾ അമ്പലത്തിലെ പോറ്റുമാരൊക്കെ പറയും, സർ സാറിന്റെ ഡോക്ടറുടെ നിർമ്മാല്യം തൊഴാം. അപ്പൊ ഞാൻ പുള്ളിയെ കുറ്റം പറയുന്നില്ല, MBBS MD വരെ പഠിച്ചാണ്.
അപ്പൊ ഇതൊക്കെ വളരെ വല്ല അച്ചീവ്മെന്റ്. കാരണം എനിക്കൊരു സ്പിരിറ്റ് തരുന്നതാണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ച ഋഷിമാരെയൊക്കെ പണ്ട് എൻ്റെ അച്ഛൻ പറയായിരുന്നു, നമ്മളൊക്കെ ആരാണ്, അവരൊക്കെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഈ ശാസ്ത്രം അവര് കണ്ടുപിടിച്ച് എഴുതി വായിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുമെങ്കിൽ കണ്ടുപിടിച്ചവരുടെ ബുദ്ധി എന്തായിരിക്കും? അതെന്ന് വെച്ചാൽ പക്ക ജെനുവിൻ സയൻസ്. ഞാൻ 23 കൊല്ലമായി ഇന്നേ വരെ ഒരു പ്രഡിക്ഷനും തെറ്റിയിട്ടില്ല. പിന്നെ കിട്ടുന്ന ഡോക്യുമെന്റ്സ് തെറ്റുകയോ നമ്മൾ ധൃതിക്ക് നോക്കുകയോ ചെയ്താൽ വരും. ഇൻപുട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് തെറ്റും. ഈ ഇൻപുട്ട് തരുന്ന സമയത്ത് തന്നെ അത് ഒരു രീതിയുണ്ട്. അങ്ങനെ ഫർണിഷ് ചെയ്യാതെ വന്നപ്പോൾ, കാരണം ഒരു ജാതകം കൈ കിട്ടുമ്പോൾ അതിലെ ശിഷ്ടദശ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോയിട്ട് അതൊരു ലെവൽ എത്തുമ്പോൾ ഞങ്ങൾ പറയും ഇന്ന സമയത്ത് ജോലി കിട്ടും. ആ ജോലി കിട്ടാൻ ശിഷ്ടദശയിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് മാറ്റം അതിൽ വരും. അപ്പൊ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കത്തി. ഇത് എഴുതുന്നൊന്നും നമ്മുടെ വിശ്വാസം പഠിച്ചു വന്ന ചെറുപ്പക്കാരനായതുകൊണ്ട് ഈ എഴുതിയ ഡോക്യുമെന്റ് നമ്മളെപ്പോലെ ആത്മാർത്ഥമായിട്ട് ആൾക്കാർ എഴുതുന്നു. ഒന്നുമല്ല, 100% പറ്റുന്ന പോലെയൊക്കെ എഴുതി വിടുന്നു. ഞാൻ എടുത്തു നോക്കുമ്പോൾ ശിഷ്ടദശയിൽ മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം അങ്ങോട്ട് വരും. പിന്നെ വന്നാൽ ഞാൻ പറയുന്നത് ഈ ജാതകം എനിക്ക് സംശയം, അത് ആദ്യം സൂക്ഷിച്ച് നോക്കും. കംപ്ലീറ്റ് നോക്കി ജാതകം പക്കാന്ന് ഉറപ്പാക്കിയ ശേഷം മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇടാൻ പറയും. അപ്പൊ ചിലർ പറയും സാറേ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ജാതകം വേണ്ട, അവർക്കറിയില്ല ഇതെന്താ സംഭവം. ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ ജാതകമല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോകുമ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പൊ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അത് വെച്ച് പോകും. അങ്ങനെ കുറച്ച് ആയ ശേഷം പിന്നെ ഞാൻ എൻ്റെ അറിവോടെ തെറ്റിട്ടില്ല. കാരണം തെറ്റിന്ന് ഞാൻ പറയണമെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു സാർ അന്ന് പറഞ്ഞത് എന്തായി ഇങ്ങനെ ആയല്ലോ എന്ന് പറയേ, മറിച്ച് കാര്യങ്ങൾ നടന്ന് എന്നെ ഒഴിവാക്കി പോയതേ ഉള്ളൂ. ഇന്ന് നമ്മൾക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിലായാലും പല കുടുംബങ്ങളിലൊക്കെ ആയാലും പെയ്ഡ് പ്രൊമോഷൻ, അതല്ലെങ്കിൽ പെയ്ഡ് പണം കൊടുത്തിട്ട് ഇത് അട്ടിമറിക്കുന്ന ഒരു സിസ്റ്റം ഇന്ന് നിലവിലുണ്ട്. അത് ഈ ജ്യോതിഷത്തിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ചില സിനിമയിൽ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഓജോ ബോർഡ്. എന്താ ഈ സംഭവം? ഹംബക്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. സൊസൈറ്റിയിൽ വലിയ സ്ഥാനമാനമുള്ള ഒരു അച്ഛൻ മകന് വേണ്ടി എന്നോട് പറയണം, സാറേ ഞങ്ങളൊക്കെ ഒരു റോട്ടി ജീവിക്കുന്ന മോർണിംഗ്. അപ്പൊ ഞാൻ എന്താ ഈ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, വേഗം പറയും. അല്ല ഒരു സഹായം വേണം. എന്താ? എൻ്റെ മോനൊരു ജാതകം ഉണ്ടാക്കി കൊടുക്കണം കല്യാണത്തിനൊക്കെ. ഞാൻ പറയാം കൊണ്ടുപോകാം, ജനനത്തീയതി സമയം സ്ഥലം ഇത് 3 കിട്ടിയാൽ ഞാൻ ഹൊറോസ്കോപ്പ് ഞാൻ ജനറേറ്റ് ചെയ്യാം. അതൊന്നുമില്ല. കല്യാണത്തിന് പോകുമ്പോൾ ജാതകക്കുറി കൈമാറാൻ വേണ്ടി ഒരു ജാതകം, മറുഭാഗത്തുള്ള പെണ്ണ് ഏത് ജാതകക്കാരെയല്ലേ എൻ്റെ മോന് അടിച്ചേരണം, അങ്ങനെ പറഞ്ഞാൽ സാർ ഉണ്ടാക്കി കൊടുക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തത് ഒന്നും അയാളുടെ ജാതകമല്ല. അത് വെച്ച് ചേർച്ച നടക്കും. ഒറിജിനൽ ജാതകമായിട്ട് ചേർച്ചയില്ല, പൊളിഞ്ഞു കിട്ടുകയെ. കാരണം ഇതെല്ലാം പഴയ ഋഷിമാർ എത്രയോ റിസർച്ച് ചെയ്തിട്ട് മനുഷ്യന് ശാന്തി കിട്ടാനോ പുരോഗതി കിട്ടാനോ എന്തൊക്കെ വേണം എന്ന്, ഗോഡ് ഈസ് വിത്ത് ദ ഫോം ആൻഡ് വിത്തൗട്ട് ദ ഫോം എന്നാണ്. ഇവരിപ്പോ പ്രാർത്ഥിച്ച് നേടുന്നു, പക്ഷെ ഫോമിലും നേടാൻ പറ്റും. കാരണം എ പോയിന്റ് ഈസ് എ സർക്കിൾ വിത്ത് 0 റേഡിയസ്. അപ്പൊ വലിയൊരു സർക്കിള് കുറഞ്ഞു കുറഞ്ഞ് അവസാനം പോയിന്റിൽ അവസാനിക്കും എന്ന് പറഞ്ഞ പോലെ ഇൻഫിനിറ്റ് ആയ ദൈവം ചെറിയ ബിംബരൂപത്തിലായാലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങൾ ചെറുതാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചില ആൾക്കാർ അതിന് എതിര് എന്തെങ്കിലും പാരിതോഷികം കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് സിനിമാ മേഖലയിൽ നിന്നും വ്യത്യസ്ത പ്രമുഖ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ അങ്ങയെ സമീപിക്കാറുണ്ട് പഴയ പല കാര്യങ്ങളിലും. അതിൽ എടുത്തു പറയാവുന്ന 1-2 ഇൻസിഡൻസ് ഓർത്ത് പറയാൻ പറ്റുമോ? അതിൽ ഒരു വളരെ ഇത്തിരി പഴയ കേസാണ്. അതിൽ വളരെ എനിക്ക് ഇതായി തോന്നിയത് നമ്മുടെ നടൻ മുകേഷ് കൊല്ലം സ്ഥാനാർത്ഥി. പക്ഷെ പുള്ളി 2006-2007 ആ കാലത്ത് സൗദാവായാലും ഞങ്ങൾ എല്ലാവരും ഒരേപോലെ. കാരണം ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. പിന്നെ അവരവരുടെ വിശ്വാസം പോലെ. പിന്നെ ഒരു കാര്യമുള്ളത്, സഖാക്കളാൻ എൻ്റെ അധികം ക്ലയൻസ് വലിയ സ്ഥാനമുള്ളവരും ഒക്കെ ഉണ്ട്. അത് അവരുടെ വിശ്വാസം, ദൈവവിശ്വാസമാണ്. അവരുടെ പല കാര്യങ്ങൾ കൊണ്ട് അവരായതാണ്. അതിന്റെ ന്യായീകരണം അവർ പറയുന്നു. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇദ്ദേഹം വേറൊരു സിനിമാ നടൻ വഴി തന്നെ റെക്കമെൻഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് നോക്കിയിട്ട് എടുത്ത് തന്നത് മുതൽ സിനിമ പിടിക്കാൻ വിചാരിക്കുന്നുണ്ട് അല്ല. അപ്പൊ കയ്യിൽ ഒരു കുറച്ച് സ്ക്രിപ്റ്റുകളുണ്ട്, ഇതിൽ ഏത് ഗുണം ചെയ്യും എന്നുള്ള. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം ഏഷ്യാനെറ്റിൽ 1-2 സീരിയൽ എടുത്തിട്ട് അത് മുന്നോട്ട് പോകാതെ വൈൻഡ് ഓഫ് ചെയ്ത് ഇത്തിരി സാമ്പത്തികമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ പ്രശ്നം വെച്ചിട്ട് എടുത്തു കൊടുത്തു. ഞാൻ എടുത്തു കൊടുത്തത് കഥ പറയുമ്പോൾ എന്ന് പിൽക്കാലത്ത് വന്ന സിനിമയുടെ സ്ക്രിപ്റ്റാണ് കൊടുത്തത്. നോക്കുമ്പോ ഈ 5-6 സ്ക്രിപ്റ്റിൽ ഏറ്റവും അവർക്ക് വേണ്ടാത്തത് അതാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ശ്രീനിവാസൻ ഉണ്ടെന്നും പേര് ആരോ 2 പേരുണ്ടെന്നും ഇവരാണ് അതിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോ അവർക്ക് അതിനോട് ശ്രീനിവാസൻ അഭിനയിച്ച കഥ പറയും. അതെ,
അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സിനിമ എടുക്കാൻ കുറെ ഗ്യാപ്പ് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അത് മാറ്റി വേറെ എടുക്കണം. അപ്പൊ പറ്റില്ല, ഞാൻ വെച്ച് കണ്ടത് ഇത് തന്നെയാണ്. അപ്പൊ പുള്ളിക്ക് എന്നെ നല്ല വിശ്വാസമായിരുന്നു. പുള്ളി അന്ന് സിനിമാ നടനാണ്, MLA ഒന്നും ആയിട്ടില്ല. അപ്പൊ ആ ഒരു ഞങ്ങളൊക്കെ വിചാരിക്കും സിനിമാ നടന്മാർ വലിയ കോംപ്ലക്സ് ആണ്, വളരെ ഹംബിൾ സിമ്പിൾ ആയിട്ട് ഉള്ള മനുഷ്യൻ. അപ്പൊ എന്നോട് ചോദിച്ചു ശ്രീനിവാസൻ പരാതി പറയുന്നു. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് അവധി കൊടുത്തിരുന്നു, 5-6 മാസം കഴിഞ്ഞ് സിനിമ പിടിച്ചാൽ മതി. ഇപ്പൊ നല്ല സമയമല്ല, പക്ഷെ അവർക്ക് അവിടെ ധൃതിയായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അത് വേണ്ട, എന്തു വന്നാലും തൻ്റെ ഈ ഒരു ദശാപാരം എന്തോ ആയിരുന്നു ആ സമയത്ത്, അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടെടുത്തു, സിനിമ വിചാരിച്ചു. അപ്പൊ അതിനെക്കുറിച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു, ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ വന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറ്റേ ലോൺ കിട്ടാത്തത് കൊണ്ട് ആണ് ഡിലേ വന്നത്. സത്യം പറഞ്ഞ ഞാനാണ് തടഞ്ഞത്. കഥ പറയുമ്പോൾ പിന്നെ പല പല വിജയിച്ചങ്ങ് പോയി ആയിപ്പോയി. അപ്പോൾ അതിന്റെ ഒരു ചെറിയ മൂല്യത്തിൽ ഒരു മൂലയ്ക്ക് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. കേട്ടപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ പലതും വന്നു. കോളേജില് ജോലി റിസൈൻ ചെയ്തിട്ട് ഇനി എനിക്കിനി ഇവിടെ ഇതാക്കണ്ട, എങ്ങനെയെങ്കിലും പോയാൽ മതി. സർ, ഒരു കാലത്ത് HOD ആവുന്ന യോഗമുണ്ട്, നിങ്ങളുടെ കീഴെ പലരും ഉണ്ടാവുന്ന യോഗമുണ്ട്, അതുകൊണ്ട് ആ റെസിഗ്നേഷൻ പിൻവലിക്കുന്നു പറഞ്ഞ് ആളൊരു ക്രിസ്ത്യൻ കൂടിയാണ്. പോയിട്ട് റെസിഗ്നേഷൻ തിരിച്ചു വലിച്ച് അയാൾ പിന്നെ HOD ആയിട്ട് അവിടെ ആലപ്പുഴയിലാണ്. പിന്നെ ഉള്ളത് സെക്രട്ടേറിയറ്റിൽ സാധാ ഒരു സൂപ്പർവൈസറായ ലേഡി. പിന്നെ അവർ വലിയ നിലയിലെത്തി, അവരും പ്രൊമോഷൻ വേണ്ടാന്ന് എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞ ഇത് വലിയ ബ്ലണ്ടറാണ്. അത് തിരിച്ചെടുത്തു. അവര് അണ്ടർ സെക്രട്ടറി അവിടം വരെ ആയി. അച്യുതാനന്ദന്റെ ഫയലും കൊണ്ട് ക്യാബിനിൽ കയറുന്ന പൊസിഷൻ കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ പ്രൊഫഷണൽസോ അല്ലാത്തവരോ ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓർമ്മ 1-2 പറഞ്ഞു, ഇങ്ങനെ കുറെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ഭഗവാൻ തരുന്ന. ഇത് ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങേക്ക് ഒരുപാട് ആളുകൾ വിളിച്ചും ബന്ധപ്പെട്ടത് ചെയ്യാനും പോവാറുണ്ട്, ലൈവായിട്ടും പോവാറുണ്ട്, ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. ഇത് എങ്ങനെയൊക്കെയാണ് അങ്ങയുടെ സേവനങ്ങൾ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? അതിപ്പോ മെയിൻ ആയിട്ട് വേണ്ടത് ഒരാൾക്കൊരു കാര്യം അറിയണമെങ്കിൽ അയാളുടെ ജാതകം. അത് ജാതകമില്ലേ, ജനന തീയതി, ജനന സമയം, ജനിച്ച സ്ഥലം, ഈ 3 കാര്യം കിട്ടി ഞങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഹൊറോസ്കോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നോക്കി അവർക്ക് അറിയേണ്ടത് A to Z പറയാൻ പറ്റും. അതിനകത്തുള്ളത് ചില കട്ടയ്ക്ക് പറയണമെങ്കിൽ ഞങ്ങൾ ചില ഇൻഫർമേഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കരുണാകരൻ ഗുരുവായൂരിൽ കുറെ തവണ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാൻ കൈവിട്ട്, കാരണം അയാൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു, സാച്ചുറേഷൻ ആയി എന്ന് പറഞ്ഞ പോലെ ഒരു ജാതകത്തിൽ ഒരു യോഗത്തിന് ഒരു അളവുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കുട്ടിയുടെ ജാതകത്തിൽ 2 ഭർത്താവ് ഉണ്ടെന്ന് വയ്ക്കാം, 2 യോഗം. ഇപ്പൊ ശാസ്ത്രം ഉണ്ടാക്കിയ കാലത്ത് സ്ത്രീകളൊക്കെ വളരെ ഒതുങ്ങി ജീവിക്കുന്നവരാണ്. അപ്പൊ ഒരു മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് നടന്നാൽ തന്നെ അത് ഇതായി. അങ്ങനെ കൂട്ടുമ്പോൾ ഇന്നത്തെ കാലത്ത് അത് കുറച്ച് മാറ്റമുണ്ട്. ഇപ്പൊ 2 ഉണ്ടെങ്കിൽ ഒരെണ്ണം കോളേജ് പ്രേമമായിട്ട് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഹായ് ബി അല്ല, ഒരു പരിധിക്ക് അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ പറയും ആ ദോഷം പോയി, അടുത്തത് നിൽക്കും. ഇതൊന്നും ഇല്ലാത്തതാണെങ്കിൽ നോക്കണ്ട, ആദ്യത്തെ കല്യാണം പൊളിയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വീട്ടുകാർ ചോദിക്കണം, മോൾക്ക് വല്ല പ്രേമമുണ്ടോ, എവിടം വരെ പോയി, എല്ലാവരും എടുത്ത് വായിക്കും, എന്റെ മോള് പുണ്യവതിയാണൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന ഇതിനകത്ത് കുറച്ച് എന്താ പറയുക, ആ ചോദിക്കുന്ന ഇൻഫർമേഷൻ അവര് കറക്റ്റ് പറഞ്ഞാൽ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ചിലർ ദൂരെയുള്ളവര് വിളിച്ച് ചോദിക്കും. ഇപ്പോ കാനഡ, അമേരിക്ക ഒക്കെ ഉള്ളവരെ വിളിക്കുകയാണെങ്കിൽ അവരെ ഹൊറോസ്കോപ്പ് അയച്ചു കൊടുത്തു, ഞാൻ ഇതെല്ലാം സ്റ്റഡി ചെയ്ത് പിന്നെ അവർക്കത് വാട്സാപ്പ് വഴി പറഞ്ഞങ്ങ് കൊടുക്കും. അവര് 3-4 ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെയും ചോദിക്കും, അത് ക്ലാരിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഇപ്പൊ പല ജ്യോത്സ്യന്മാരുണ്ട്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പത്തനാപുരം, കുത്തനാപുരം എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലുണ്ട്. എന്നാൽ ഇവനൊക്കെ പറയുന്നതിലെ ബ്ലണ്ടർ ഒരു സാധാരണക്കാരന് അവന്റെ ചെറിയ ബുദ്ധി വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ഈ വിളമ്പുന്നതില് ആ ഒരു പോരായ്മ, അതല്ലെങ്കിൽ അതിലെ വിഡ്ഢിത്തമൊക്കെ ശരിക്കും അവർ തന്നെ സ്വയം അപഹാസ്യരാവല്ലേ ചെയ്യുന്നത്. അവർ അപഹാസ്യരാവനേക്കാളും ഞങ്ങളിപ്പോൾ ആൾക്കാർക്കും മൊത്തം ഹിന്ദുക്കൾക്കും ഈ ശാസ്ത്രത്തിനും മോശമാക്കുന്ന. കാരണം ഇതിനെ എതിർക്കാൻ തയ്യാറുള്ളവർക്ക് ഇവരെക്കാൾ അറിവുണ്ട്. അവരിത് നോക്കി ഞങ്ങളെ വന്ന് തോണ്ടാൻ പറ്റും. പിന്നെ നമ്മൾ ഒന്നേന്ന് ആരെപ്പോ പറഞ്ഞു എന്ന് നോക്കിയിട്ട് മറുപടി പറയാം. ഈ അഭ്യാസം എന്ന് പറഞ്ഞവർക്ക് അവർക്ക് ഒരു ദൈവവിശ്വാസത്തിലോ ഒന്നുമില്ല. അവന് ഒരു ഉപജീവനമില്ല, ഒരു പണിയെടുക്കാനും വയ്യ. ചിന്താവിഷ്ടയ ശ്യാമളയിലും ശ്രീനിവാസം പോലെ. അപ്പൊ നോക്കുമ്പോ ജ്യോതിഷം കിട്ടി, അതിനകത്തുള്ള വിളിച്ച് പറയാം. നമ്മുടെ ഇത് ഫോളോ ചെയ്യുന്നതിൽ 90-95% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗന്ധമില്ല. അവർ പാവമായിട്ടിരിക്കും. ഇനി അറിയാവുന്ന 5 പേരൊന്നും പ്രതികരിക്കാൻ പോകത്തൊന്നുമില്ല, കണ്ട് ചിരിച്ചങ്ങ് വിടും. അപ്പൊ അതുകൊണ്ട്
അവർക്ക് ഇതൊന്നും അപഹാസ്യം പ്രശ്നമല്ല, അതുവഴി വല്ലതും തടഞ്ഞാൽ തടഞ്ഞു. അങ്ങനെയൊന്നും എടുക്കേണ്ട ശാസ്ത്രമല്ല, ഇത് ദേവകലയാണ്. പൂർണ്ണമായിട്ട് പഠിച്ച് സേവ, എന്നിട്ട് 100% അല്ല, കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിലേ ചെയ്യാം. കാരണം 3 ഫീൽഡിൽ ഒരാണ് പറ്റില്ല: മെഡിസിൻ, എഡ്യൂക്കേഷൻ, ജ്യോതിഷം. ഇതിൽ വ്യാജം പറ്റില്ല. വ്യാജ ഡോക്ടറോട് പോണ പോലെയാണ് ഒന്നും അറിയാത്ത ജ്യോത്സ്യനും ഒന്നും അറിയാത്ത അധ്യാപികയായി മാറും. ഇപ്പോ തട്ടിപ്പുകാരുടെ ഒരു ലോകമാണല്ലോ നമ്മുടെ ഈ നാട്. അതെല്ലാ മേഖലയിലുണ്ട്, ജ്യോതിഷത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലുണ്ട്. അപ്പൊ ഈ തട്ടിപ്പുകാർക്കാണോ യഥാർത്ഥത്തിലുള്ള ആളുകൾക്കാണോ ഇന്ന് സമൂഹത്തിൽ അവരുടെ ഒരു ഉന്നതി കാണുന്നത്? ഉന്നതി തട്ടിപ്പുകാർക്കാണ്. കാരണം ഇപ്പൊ ഇദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇന്റർവ്യൂ ചെയ്യുന്നു, ഞാൻ പറയുന്നു. ഈ അവസരം സ്വന്തമായിട്ട് കാശ് കൊടുത്തുണ്ടാക്കി ചാനലുകാരെ വിളിച്ച് അതിൽ വിളിച്ച് പറഞ്ഞ്, എന്നിട്ട് ഈ പറഞ്ഞ ആൾ എന്ത് ചോദിക്കണമെന്ന് ആദ്യമേ ഫീഡ് ചെയ്യും. എന്നിട്ട് അയാൾ അത് ചോദിക്കും. ഉടനെ ഈ പാവപ്പെട്ട വീട്ടിലിരിക്കുന്ന കുട്ടി, അപ്പൊ എന്റെ മോനും ഗൾഫിൽ പോവാം. ഇവിടെ ഒരു പരസ്യം ഞാൻ കണ്ടതാണ്. അടുത്ത വീട്ടിലെ കുട്ടി വിദേശത്ത് പോയി, നിങ്ങളുടെ മകനും പോകണ്ടേ, ബന്ധപ്പെടുക, അയാളുടെ നമ്പർ ചോദിച്ചു. ഉടനെ 10 പേര് എന്നെ വിളിച്ചു ചോദിച്ചത്, ഇങ്ങനെ ഒരാൾ എഴുതിയല്ലോ, സാറിന് അതുപോലെ ചെയ്തോളൂ. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എന്ത് പറയാനുള്ളത്? ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു ജ്യോത്സ്യൻ വിചാരിച്ചൊന്നും ഇല്ലാത്ത യോഗം വരുന്നതാണ്. ഉള്ള യോഗം അയാൾക്ക് അനുഭവിക്കാൻ വരാതിരുന്നാൽ ഞങ്ങൾ ജാതകം നോക്കി അതിന്റെ തടസ്സം എന്താണ്, ബാധ എന്താ, ബുദ്ധിമുട്ട് എന്താന്ന് അത് മാറ്റി കൊടുക്കുമ്പോൾ അയാൾക്ക് അനുഭവിക്കാൻ പറ്റും. ജ്യോതിഷത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു സെഷൻ ചെയ്യുന്നത്. കാരണം ഇന്നിപ്പോൾ തട്ടിപ്പുകാരെ കൊണ്ട് തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഈ മേഖലയിലുമുണ്ട്, ഒരുപാട് ആളുകൾ ആ ചതിയിൽ പെടുന്നുണ്ട്. എന്തായാലും അങ്ങയുടെ ഈ 23 വർഷത്തെ വലിയൊരു സേവനം അത് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. പ്രേക്ഷകർ എന്തായാലും ആവശ്യക്കാർ അങ്ങയെ ബന്ധപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും അവർക്ക് ആ തെറ്റിദ്ധാരണകൾ മാറ്റാനും അവർക്ക് എന്തെങ്കിലും ആശ്വാസം നൽകാനും ഇനിയും അങ്ങേക്ക് ഒരുപാട് വർഷങ്ങൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.